ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസിംഗ് കുക്കിംഗ്. ഞാൻ മഞ്ജുശ്രീ. എല്ലാവർക്കും സുഖമല്ലേ? സിമ്പിളായ എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. നമുക്കറിയാം, പൊട്ടറ്റോ ഫ്രൈ നമുക്ക് പല രീതിയിലും തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഞാനിപ്പോൾ കാണിക്കുന്ന സ്റ്റൈൽ നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. നല്ല ചൂട് ചോറും ഇതേപോലത്തെ പൊട്ടറ്റോ ഫ്രൈയും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മൾ ബാക്കിയുള്ള കറികളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും. അത്ര ടേസ്റ്റാണ് ഈ പൊട്ടറ്റോ ഫ്രൈ കൂട്ടിയിട്ട് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിനി ടേസ്റ്റിയായ പൊട്ടറ്റോ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുന്നതിനായിട്ട് 2 മീഡിയം സൈസ് പൊട്ടറ്റോയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം സ്കിന്നൊക്കെ പീൽ ചെയ്ത് കളഞ്ഞിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുക്കിംഗ് ഓയിൽ. 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ് ഞാനിവിടെ ഇതുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പൊട്ടറ്റോ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനെ 2ആയിട്ട് നടുക്കുന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം അതിനെ പിന്നെയും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് തിന്നായിട്ടുമല്ല, ഒരുപാട് തിക്കായിട്ടുമല്ല, ആ ഒരു രീതിയിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ വേണമെങ്കിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോ എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് നല്ല എരിവായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോയിലൊക്കെ മസാല നന്നായിട്ട് ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓയിലും മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊരു കോട്ട് പോലെ ഈ പൊട്ടറ്റോയിൽ നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ക്രിസ്പി ആയിരിക്കും നമ്മുടെ പൊട്ടറ്റോ ഫ്രൈക്ക്. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അടുപ്പത്തുള്ള പാൻ ഇപ്പോൾ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ ചൂടായിട്ടുള്ള പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് നന്നായിട്ടൊന്ന് താത്തി വെച്ച് കൊടുക്കുക. നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് എടുത്ത് വേണം പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. പൊട്ടറ്റോ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇത് പതുക്കെ ഫ്രൈ ആയിട്ട് വരാനായിട്ട്. ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നതേ ഇല്ല. എന്നാൽ നമുക്കൊന്ന് അടച്ച് വെച്ചേക്കാം. കുറച്ച് സമയം എടുത്ത് ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിരുന്നിട്ട് അടച്ച് വെക്കുമ്പോൾ വരുന്ന ഒരു സ്റ്റീം ഉണ്ടല്ലോ, ആ സ്റ്റീം കൊണ്ട് വേണം ഈ പൊട്ടറ്റോ നന്നായിട്ട് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടാനായിട്ട്. ഇതിപ്പോൾ 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഓയിലൊക്കെ മുഴുവനായിട്ടും അബ്സോർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസി അല്ലേ? ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആൻഡ് ക്വിക്ക് റെസിപ്പിയാണിത്. ഇതിനിടയ്ക്ക് 1 നിമിഷം ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എത്ര തീ താത്തി വെച്ചിട്ടുണ്ടെങ്കിലും പാത്രത്തിനടിയിൽ പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 1-2 പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതേപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.